ലുക്കിന് വിലയില്ല, ഫാഷന് വിലയില്ല, ട്രെൻഡിന് വിലയില്ല, സ്റ്റൈലിന് വിലയില്ല. ഈ പറഞ്ഞതൊന്നും വെറുതെയല്ല. 19 രൂപ മുതൽ 999 രൂപ വരെയുള്ള ട്രെൻഡിങ് ഫാഷൻ. അറ്റ്ലസ് ഫാഷൻ, മിനർവാപ്പടി, നിലമ്പൂർ. ഇനി കുറഞ്ഞ വിലയിൽ കൂടുതൽ വാങ്ങാം. നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന്റെ ഇന്ധന കുടിശ്ശിക സംബന്ധിച്ച തെറ്റായ പ്രചരണം നടത്തിയ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്ന് മുൻ ചെയർമാൻ മാട്ടുമ്മൽ സലീം. നിലമ്പൂർ നഗരസഭയിൽ ഭരണസ്തംഭനമാണെന്നും മാട്ടുമ്മൽ സലീം. നിലമ്പൂർ നഗരസഭാ ചെയർമാന്റെ വാഹനത്തിന് ഇന്ധനമടിച്ചതിന് മുൻ ഭരണസമിതി 1,89,000 രൂപ കുടിശ്ശികയാക്കിയെന്നും അത് തീർക്കുന്നതുവരെ ഔദ്യോഗിക വാഹനം ഉപയോഗിക്കില്ലെന്നുമാണ് ചെയർപേഴ്സൺ പറഞ്ഞിരുന്നത്. ഓട്ടോറിക്ഷയിൽ സഞ്ചരിച്ച ചെയർപേഴ്സൺ വാർത്ത സൃഷ്ടിക്കുകയും ചെയ്തു. എന്നാൽ കഴിഞ്ഞ ദിവസം നഗരസഭയിൽ ഇത് സംബന്ധിച്ച് ചർച്ച നടന്നതോടെ യാഥാർത്ഥ്യം വ്യക്തമായെന്നും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ചെയർപേഴ്സൺ പത്മിനി ഗോപിനാഥ് മാപ്പ് പറയണമെന്നും മാട്ടുമ്മൽ സലീം പറഞ്ഞു. ഈ ചെയർപേഴ്സൺ ഈ അഴിമതിക്ക് കൂട്ടുന്നല്ല മനസ്സിലാക്കേണ്ടത്. 1,89,000 രൂപ ഉണ്ട് എന്ന് പറഞ്ഞത് 2 ബില്ലുകളിലായി നിങ്ങൾ കണ്ട് 40,000 43,000 മറ്റോ ആണ് ആ ബില്ലുകളുള്ളത്. അത് ഞാൻ ആ 10-ാം തീയതിയിലുള്ള പത്രസമ്മേളനത്തിലും പറഞ്ഞു. കാരണം ഇങ്ങനെയാണ് ആ ബില്ലുകൾ സാധാരണഗതിയിൽ വരാറ്. അതങ്ങനെ കൊടുത്തു പോവുകയാണ് ചെയ്തത്. അപ്പോൾ ഈ നാട്ടിലെ ജനങ്ങളെയാകെ തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ ജനസമൂഹത്തെ തെറ്റിദ്ധരിപ്പിച്ച ചെയർപേഴ്സൺ ഈ സംഗതിക്ക് മാപ്പ് പറയണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കുറച്ചെങ്കിലും അതിൻ്റെ മുഖത്ത് ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ ആത്മാർത്ഥതയും ചെറിയ ഒരു എന്താ പറയുക, എന്താ അതിന് പറയാൻ എനിക്കറിയില്ല, അതുണ്ടെങ്കിൽ അവർ ഈ സമൂഹത്തിനോട് മാപ്പ് പറയും, ഈ നാട്ടുകാരോട് മാപ്പ് പറയും, എനിക്കൊരു തെറ്റ് പറ്റിയെന്ന്. അതേപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഈ ചെയർപേഴ്സൺ വന്നതിന് ശേഷം ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെ തിരഞ്ഞെടുക്കും. പല സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരും മാറി നിന്നു. കോൺഗ്രസ് പറഞ്ഞ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാർ മാറി നിന്നു എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് അങ്ങനെ മാറിയിരിക്കണം. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു വിവരണം തന്നു. അതായത് അവർ ചെയർപേഴ്സൺ ആയിരുന്ന സമയത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരെയൊക്കെ ബൈപ്പാസ് ചെയ്ത് കൗൺസിലിലേക്ക് അജണ്ട വെക്കുന്നൊരു സ്വഭാവം, ആരെയും മൈൻഡ് ചെയ്യാത്തൊരു സ്വഭാവമായിട്ടുണ്ട്. ഈ പ്രാവശ്യത്തെ 9ാമത്തെ അജണ്ട നിങ്ങൾ എടുത്തു നോക്കിയാൽ മനസ്സിലാവും. ഈ പറയുന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയൊക്കെ ബൈപ്പാസ് ചെയ്തിട്ടാണ് ആ അജണ്ട അവിടെ വന്നത്. ആ അജണ്ട അവിടെ വന്നതല്ല, ഞാനവിടെ അതിനുശേഷം ഞാൻ സൂപ്രണ്ടിനെ വിളിച്ചു. നമ്മുടെ പ്രതിപക്ഷ അംഗങ്ങൾ അതിനെ എതിർത്തു. ആ അജണ്ട മാറ്റി വെക്കേണ്ടത്. അതായത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ടാണ് ആ അജണ്ട വരണം എന്നുള്ളത്. അപ്പോൾ അത് പൊതുമരാമത്തിൽ നിന്ന് വരുന്ന അജണ്ടയാണ്. പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആരാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഈ പറയുന്ന രീതിയിലാണ് ഈ ഭരണം മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. ഭരണസ്തംഭനം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം ഈ മുനിസിപ്പാലിറ്റി അധികാരത്തിൽ വന്നതിന് ശേഷം കൂട്ടിയതാണ് നമ്മളെ ഭിന്നശേഷി ഫിസിയോതെറാപ്പി സെൻറ്റർ. നമ്മുടെ മുനിസിപ്പാലിറ്റി കേരളത്തിൽ ആദ്യമായൊരു മുനിസിപ്പാലിറ്റിക്ക് ഭിന്നശേഷി അവാർഡ് കിട്ടിയ മുനിസിപ്പാലിറ്റി. ചെയർപേഴ്സൻ്റെ പെരുമാറ്റ ദൂഷ്യം കൊണ്ട് നമുക്കറിയാം, നമ്മുടെ മുനിസിപ്പൽ സെക്രട്ടറി ലീവ് എടുത്തു പോയിട്ട് കാലം കുറയായി. അവർ തമ്മിലുള്ള ചർച്ചയില്ലായ്മയാണോ എന്താണോ എന്നുള്ളത് നമുക്കറിയാം. നിങ്ങൾക്ക് ചോദിച്ചാൽ മനസ്സിലാവും. അയാൾ ലീവ് എടുത്തു പോയത്. അതേപോലെ തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്, ആ ഫിസിയോതെറാപ്പി സെൻ്ററിൽ വർക്ക് ചെയ്യുന്നവരോട് മോശമായി പെരുമാറിയതിൻ്റെ അടിസ്ഥാനത്തിൽ അവരാ ജോലി നിർത്തിപ്പോയി. നഗരസഭയിൽ ഇപ്പോൾ ഭരണസ്തംഭനമാണെന്നും നഗരസഭാ സെക്രട്ടറി ലീവ് എടുത്തു പോയിരിക്കുകയാണെന്നും സലീം പറഞ്ഞു. സ്ഥിരം സമിതിയിൽ ചർച്ച ചെയ്യാതെ ചെയർപേഴ്സൺ തീരുമാനങ്ങൾ എടുക്കാനാണ് ശ്രമിക്കുന്നത്. ഭിന്നശേഷിക്കാർക്കുള്ള ഫിസിയോതെറാപ്പി സെന്റർ അടച്ചു. വയോജനങ്ങൾക്കുള്ള പകൽ വീടുകളും അടയ്ക്കാനാണ് ശ്രമിക്കുന്നത്. നഗരസഭയുടെ നേതൃത്വത്തിലുള്ള പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുകയാണെന്നും സലീം ആരോപിച്ചു. ഭിന്നശേഷിക്കാരെയും വയോജനങ്ങളെയും ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാൽ ശക്തമായ പ്രക്ഷോഭമുണ്ടാകുമെന്നും സലീം പറഞ്ഞു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൊണ്ടുവന്ന വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം തകർക്കണം എന്നുള്ള രീതിയിലുള്ള ഒരു മുമ്പോട്ട് പോക്കാണ് ബഹുമാനിയായ ചെയർപേഴ്സൺ നടത്തുന്നത്. അതേപോലെ തന്നെയാണ് നമ്മളൊരു 60 വയസ്സിന് മുകളിലുള്ള ആൾക്കൊരു പകൽ വീട് നമ്മുടെ കോടതി പടിയിൽ നമ്മൾ ആരംഭിച്ചിട്ടുണ്ട്. നമ്മുടെ രാമകുത്ത നമ്മുടെ മൈതാനി ആരംഭിച്ചിട്ട് അങ്ങനെ 2-3-4 സ്ഥലങ്ങളിൽ നമ്മൾ പകൽ വീടുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഈ പകൽ വീടുകൾ കൂട്ടും എന്ന് പറഞ്ഞ് CDSനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി എന്നാണ് ഞാനിപ്പോൾ മനസ്സിലാക്കിയത്. കാരണം ഈ സ്ത്രീ ഇവർ ഈ ചെയർപേഴ്സൺ ആയിരുന്ന കാലത്ത് നമ്മുടെ ചന്തക്കുന്ന് BA ഹോട്ടലിന് മുമ്പിൽ പ്രവർത്തിച്ചിരുന്ന ഒരു പകൽ വീടുണ്ട്.
ആ പകൽ വീട് ഇന്ന് സാമഗ്രികൾ എടുത്തു കൊണ്ടുപോയത് നമുക്ക് എല്ലാവർക്കും എല്ലാ ദൃശ്യമാധ്യമങ്ങളും കണ്ടാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു പെരുമാറ്റം എന്തുകൊണ്ടാണ് അവർക്കും ഈ പ്രായമായിട്ടില്ല എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. കാരണം ഒരു സീനിയർ സിറ്റിസൺ എന്നുള്ള നിലയിൽ അത്രയും പ്രായമായ ആളുകൾ വന്നിരിക്കുന്ന സ്ഥലം അവർക്ക് എന്താ സന്തോഷം വേണ്ടി ചെയ്തു കൊടുക്കുക നമ്മളെ കൊണ്ട് കഴിയുന്നത് എന്നതിൽ നിന്ന് മാറിപ്പോകുന്ന ഒരു രീതിയിലേക്ക് ചെയർപേഴ്സൺ മുമ്പോട്ട് പോകുന്നു. ഈ പറയുന്ന ഫിസിയോതെറാപ്പി സെൻറ്റർ ഞാൻ ചെയർപേഴ്സണോടും അവിടുത്തെ ഉദ്യോഗസ്ഥരോടും ഒക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ 2 ആഴ്ചൻ്റെ ഉള്ളിൽ അത് തുറന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിന് വേണ്ട നിയമ നടപടികൾ മുൻ ചെയർമാൻ എന്നുള്ള നിലയിൽ എന്തെല്ലാം സമരപരിപാടികളാണോ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയാതെ. കാരണം ഈ നാട്ടിൽ കഷ്ടപ്പെടുന്ന പാവങ്ങളായ 300 ചില്ലാനം കുടുംബങ്ങൾ, ഈ ഭിന്നശേഷിക്കാരായ മക്കളുള്ള 300 ചില്ലാനം കുടുംബങ്ങളുള്ള മുനിസിപ്പാലിറ്റിയാണ്. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.